തമിഴ് വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി രംഗപ്രവേശം ചെയ്ത നടൻ വിജയിനെതിരെ ഇതാ ഒരു ഫത്വ ഇറങ്ങിയിരിക്കുന്നു. ഇഫ്താർ വിരുന്നിൻ്റെ പവിത്രത കളഞ്ഞുകുളിച്ചു വിജയ് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് UP ബറേലിയിൽ നിന്നുള്ള ഒരു മൗലാന ഷഹാബുദ്ദീൻ റിസ്വി ആരോപിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ശരിക്കും ആരാണ്? വിജയ് അങ്ങനൊരു കുറ്റം ചെയ്തിട്ടുണ്ടോ? വിജയ് കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെ മുൻപ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അറിയാമല്ലോ. ഇനി അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദികളെ ചിത്രീകരിക്കുമ്പോൾ സുരേഷ് സിംഗ് എന്നിടാൻ കഴിയില്ല, സുരേഷ് നായർ എന്നിടാൻ കഴിയില്ല. ആ നാട്ടിലെ ഭീകരവാദിയിടാൻ കഴിയില്ല. ആ അഫ്ഗാനിലെ ഏതാണോ തീവ്രവാദി അദ്ദേഹത്തിന്റെ പേരിടാൻ കഴിയുള്ളൂ. അങ്ങനെ അദ്ദേഹം പല സിനിമകളിലും ഇത്തരം തുപ്പാക്കി ഉൾപ്പെടെ സിനിമകളിൽ വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇത്തരത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്നുവെന്നും മുസ്ലിങ്ങളുടെ പേരുകൾ ഭീകരവാദികൾ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ പല കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. സിനിമ എടുക്കുമ്പോൾ അങ്ങനെയല്ലേ കഴിയുമോ, അതിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിനെ പോലെ ഒരു ഭാഗം മാത്രം ചിത്രീകരിക്കുക. ഈ നമ്മുടെ അതെ, അഫ്ഗാനിസ്ഥാനിലാണ് ഭീകരാക്രമണം നടത്തുകയാണെങ്കിൽ അതിന് മുൻപുള്ള ലഷ്കർ-ഇ തോയ്ബയൊക്കെ ന്യായീകരിച്ച് രംഗത്ത് വരിക എന്ന് പറയുന്നത് ബുദ്ധിമാന്മാർക്ക് ചേർന്നതല്ല. അത് ഏകപക്ഷീയമായിട്ട് വിജയ്ക്ക് ഇപ്പോഴുണ്ടായ അവസ്ഥ, അദ്ദേഹം ഇലുമിനാറ്റിയുടെ ആളാണല്ലോ പൃഥ്വിരാജ്. അദ്ദേഹം മുൻകൂട്ടി കണ്ടായിരിക്കും ഇത്തരം തീവ്രവാദി പ്രസ്ഥാനങ്ങളെല്ലാം വെള്ളപൂശുന്നത്. പ്രത്യേകിച്ച് ചിലപ്പോൾ പറയാൻ കഴിയില്ല, വർഷങ്ങൾക്ക് ശേഷം ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് ചിന്ത ഉണ്ടാകുമ്പോൾ മലബാർ മേഖലയിലെല്ലാം മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള വകയും തിരഞ്ഞെടുപ്പ് പ്രചരണവും തന്നെയായിരിക്കും ചിലപ്പോൾ ആ സിനിമയാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ വിജയ്ക്കെതിരെ എന്തായാലും വിജയ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. കാരണം അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിൽ തന്നെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. നാം മുൻപ് കണ്ടിട്ടുണ്ട്, എല്ലാ നേതാക്കളും അല്ലെങ്കിൽ ചലച്ചിത്ര പ്രവർത്തകർ തങ്ങളുടെ ഒരു മികച്ച സമയം കഴിഞ്ഞിട്ടാണ് അവർ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ തന്നെ പാർലമെന്റ് എടുത്താലും രാജ്യസഭ എടുത്താലും മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം ചലച്ചിത്ര താരങ്ങൾ ഇരിക്കുന്നുണ്ട്. കലാകാരന്മാരും ചലച്ചിത്ര താരങ്ങളും എല്ലാം തങ്ങളുടെ ഒരു പീക്ക് സമയം കഴിഞ്ഞ് ഉന്നതിയുടെ ആ അങ്ങേ അറ്റത്ത് അഭിരമിച്ചതിനു ശേഷമാണ് അവർ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. നമുക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്, തമിഴ്നാട്ടിൽ മാത്രമാണ് ചലച്ചിത്ര താരങ്ങൾ വലിയ സംഭവമായി അധികാരത്തിൽ വന്നിട്ടുള്ളത്, ഈ തമിഴർക്ക് മാത്രമാണ് ഈ അങ്ങനെയൊന്നും എല്ലാ സംസ്ഥാനത്തിലും ഉണ്ടായിരുന്നു. ആന്ധ്രയിലൊക്കെ, ആന്ധ്രാപ്രദേശിലായാലും മഹാരാഷ്ട്രയിലായാലും ഇങ്ങ് കേരളത്തിൽ തന്നെ BJPക്ക് ആദ്യമായി ഒരു MP ലഭിച്ചത് ഒരു ചലച്ചിത്ര താരത്തെയാണ്. ഇപ്പോൾ CPM-ന്റെ MLA, കൊല്ലത്തെ MLA തന്നെ മുകേഷ്, അതെ, ഇന്നസെന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലരും നാം കേരളത്തിൽ പുരോഗമനം എന്നെല്ലാം പറയുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ അവർ വിജയിച്ച ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ തന്റെ ഈ ചലച്ചിത്ര മുഖം ഈ വോട്ടിനായി ഉപയോഗിച്ചിട്ടുണ്ട്, വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്തായാലും ഇപ്പോൾ വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചു, അദ്ദേഹം വലിയ രീതിയിൽ ഈ പ്രകടനങ്ങൾ നടത്തുന്നു, പൊതുസമ്മേളനം നടത്തുന്നു. അങ്ങനെ അദ്ദേഹം കടന്നു വന്നപ്പോഴാണ് ഈ റംസാൻ കാലത്ത് ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് നാം എന്തെല്ലാം പറയുമ്പോഴും കേരളവും ആസാമും അതോടൊപ്പം തന്നെ ഡൽഹി പോലെ ഈ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമല്ല തമിഴ്നാട്. എന്നിട്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടായിരിക്കും ഈ വിജയ് ഇത്തരം പരിപാടികളിൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന ചോദ്യം ഉന്നയിച്ച് അപ്പോഴും പറയാൻ അദ്ദേഹം മതേതരത്വ മുഖമാണ്, വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോഴാണ് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ വലിയൊരു കുത്ത് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വിജയ്ക്ക് പുറകിൽ നിന്നൊരു കുത്ത് ലഭിച്ചിരിക്കുന്നത്. അത് വിജയ്ക്കെതിരെ മുസ്ലിം ജമാഅത്ത് അത്തിന്റെ ഫത്വയാണ് ഇറക്കിയിരിക്കുന്നത്. അവർ പറയുന്നത്, പ്രത്യേകിച്ച് സിനിമ ചൂണ്ടിക്കാട്ടിയാണ്, ഈ സിനിമ പല സിനിമകളിലും മുസ്ലിങ്ങളെ അപമാനിക്കുന്നു, അതുകൊണ്ട് മുസ്ലിങ്ങൾ വിജയുടെ പാർട്ടിയുമായി അടുക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ അടുക്കാതിരിക്കുകയാണെങ്കിൽ ആർക്കാണ് ഗുണം ലഭിക്കുക എന്നത്, അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കാണ് ഗുണം ലഭിക്കുക എന്ന് നോക്കുമ്പോൾ അത് DMK-ക്കാണ്. ഇത് DMK-യുമായി ബന്ധപ്പെട്ട ഒരു തന്ത്രമാണ്. വിജയെ പരമാവധി തമിഴ് രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപുണ്ടായ BJP അണ്ണാ DMK സഖ്യമാണ്. BJP അണ്ണാ DMK സഖ്യം വന്നില്ലായിരുന്നുവെങ്കിൽ വിജയ് അവർ തുറന്നു വിടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ വിജയുടെ ഇഷ്ടം, വിജയ്ക്ക് മുസ്ലിങ്ങളെ വോട്ട് വാങ്ങാം,
ക്രൈസ്തവരുടെ വോട്ട് വാങ്ങാം, ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങാം, എത്ര വോട്ട് വേണമെങ്കിലും വാങ്ങാം. കാരണം അത് പ്രതിപക്ഷത്തെ വോട്ടുകൾ ചിഹ്ന ഭിന്നമായി പോകുമല്ലോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അച്ഛനും മകനും തമിഴ്നാട് ഭരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. പക്ഷെ അതല്ല ഇപ്പോൾ നാം കാണുന്നത്. വലിയ രീതിയിൽ തന്നെ അവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള അണ്ണാ DMKയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യം വന്നിട്ടുണ്ട്. ആ സഖ്യം വരികയാണെങ്കിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് അത് DMKക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും അത് DMKക്ക് എതിരായ ഒരു വികാരം, ഒരു ഭരണവിരുദ്ധ വികാരം ഈ പ്രതിപക്ഷ കക്ഷികളിലേക്ക് ചിതറിപ്പോകുമായിരുന്നു. പക്ഷേ ഇവിടെ BJPയും ADMKയും കൂടെ ഒരുമിച്ചപ്പോൾ അതൊരു ഒരു 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 വെല്ലുവിളിയാണ്, അതൊരു വോട്ട് ബാങ്കാണ്. അത് വാസ്തവത്തിൽ സ്റ്റാലിൻ അതിനെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിജയിലേക്ക് കൂടെ ചിതറിപ്പോകാനുള്ള ഒരവസരം നിഷേധിച്ചുകൊണ്ട് ആ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിശ്രമം DMK ആരംഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് സ്റ്റാലിൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ തന്ത്രം തന്നെയാണ്. വിജയിനെ പൂട്ടുന്നതോടുകൂടി മത്സരം DMKയും ഈ ADMK BJP സഖ്യവും തമ്മിൽ നേരിട്ട്, ഇന്ത്യ മുന്നണിയും NDAയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നൊരു അവസ്ഥ സൃഷ്ടിക്കണം. അതിന് വിജയ് കളത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിന് വിജയിനെ ഒഴിവാക്കാൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ വിജയുടെ പാർട്ടി രൂപീകരിച്ചപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത് ഈ വലിയ രീതിയിൽ വിജയുടെ പാർട്ടി വളർന്നു കയറാൻ സാധ്യതയുള്ള അണ്ണാ DMKയിലേക്ക് എന്നായിരുന്നു തുടക്കത്തിൽ ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാർട്ടി രൂപീകരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപനത്തിന് ശേഷമാണ് നാം കാണുന്നത് വലിയ രീതിയിൽ അദ്ദേഹം വേട്ടയാടാൻ പോകുന്നത് DMK ആണ്. DMKയുടെ കേഡർ വോട്ടുകളിലേക്ക് വലിയ രീതിയിൽ കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു. തങ്ങളുടെ പ്രധാന ശത്രു DMKയും ആശയപരമായ ശത്രു BJPയുമാണെന്ന് പ്രഖ്യാപനം നടത്തുകയും പ്രത്യേകിച്ച് DMK മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുമ്പോഴാണ് ഇപ്പോൾ DMK അവസാന ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അണ്ണാ DMKയ്ക്കും BJPക്കും കിട്ടാനുള്ള വോട്ടുകൾ അവർ കൃത്യമായി പിടിച്ചെടുക്കുകയും മറിച്ച് ഈ DMKയുടെ വോട്ടുകൾ ഭിന്നിക്കുകയും ചെയ്താൽ അത് വീണ്ടും അമിത്ഷാ അന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ 2026 തമിഴ്നാട്ടിൽ ഒരു NDA മുന്നണി അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തുടക്കമെന്ന രീതിയിൽ മതവികാരം തന്നെ ഇളക്കിവിട്ട് ഒതുക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയായിരിക്കും ഈ വിജയെ വേട്ടയാടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ്. DMK അവരുടെ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ എന്ത് നെറികെട്ട പ്രവൃത്തിയും ചെയ്യും എന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പുറത്ത് NDA സഖ്യം വളരെ ശക്തമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൽ വേറെയും ചില ചെറിയ കക്ഷികളുണ്ട്. അവർക്ക് ഈ നാമമാത്രമായ ചില സീറ്റുകളിൽ ജയിക്കാൻ കഴിയും. അപ്പോൾ ഒരു പരിധി വരെ തമിഴ്നാട്ടിൽ DMKക്ക് ഇതുവരെ DMK ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു ശക്തിയായി തമിഴ്നാട്ടിൽ നിന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല, കടുത്ത വെല്ലുവിളി നേരിടുകയാണ്, പരാജയ ഭീതി നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ എന്ത് വില കൊടുത്തും അധികാരത്തിൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ട് എന്ത് നെറികെട്ട അടവും അപ്പോഴേക്കും തങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങളുടെ വോട്ട് ചോർത്താൻ കഴിയുള്ള വിജയെ ഒതുക്കുക എന്നതാണ് അവരുടെ തന്ത്രം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ മുസ്ലിം സംഘടനകളെ ഇറക്കിവിട്ട് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പക്ഷെ അത് വിജയ് എങ്ങനെ തരണം ചെയ്യുമെന്നത് വിജയ് മോശക്കാരനല്ല. വിജയ് ഫാൻസ് വളരെ ശക്തമാണ് തമിഴ്നാട്ടിൽ. വിജയിനും അതുപോലെ തന്നെ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. അതുകൊണ്ട് വിജയ് ഈ കാർഡിന് ഈ ഒരു കാർഡിനെ ഏത് ട്രംപ് കാർഡ് ഇറക്കി വെട്ടും എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.